എന്താണ് ആസ് ടു? എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും എന്താണ് ഇതിൻ്റെ മീനിങ് എന്നും ഒക്കെ നമുക്ക് ഇന്ന് പഠിക്കാം. ആസ് ടു എന്നത് ഒരു പ്രെപ്പോസിഷനാണ്. ഇത് സാധാരണ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഫോർമൽ ഇംഗ്ലീഷിലും യൂസ് ചെയ്യും. അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ എപ്പോഴും കാണുന്നതാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കും, എന്താണ് അതിൻ്റെ മീനിങ് എന്നൊക്കെയാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആസ് ടു എന്നാൽ എബൌട്ട്, റിലേറ്റിംഗ് ടു, അക്കോർഡിംഗ് ടു എന്നൊക്കെ മീനിങ് ഉണ്ട്. ഒരു കാര്യത്തെ പറ്റി, ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്നൊക്കെ പറയില്ലേ, അവിടെ ആസ് ടു നമുക്ക് ഉപയോഗിക്കാം. ആസ് ടു ദിസ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എബൌട്ട് ദിസ് മാറ്റർ ഈ കാര്യത്തെ പറ്റി, ഈ കാര്യത്തെക്കുറിച്ച്. ആസ് ടു ഹൗ ടു ഡു ദിസ് എന്ന് പറഞ്ഞാൽ ആസ് ടു ഹൗ ടു ഡു ദിസ് എങ്ങനെ ഇത് ചെയ്യും എന്നതിനെക്കുറിച്ച്. ഹൗ ടു ഡു ദിസ് എങ്ങനെ ഇത് ചെയ്യും എന്നതിനെ പറ്റി. ദർ ഈസ് സം ഡൗട്ട്സ് ആസ് ടു വെദർ ദിസ് ഇൻഫർമേഷൻ ഈസ് കറക്റ്റ്. ഈ ഇൻഫർമേഷൻ, ഈ ഒരു വിവരം കറക്റ്റാണോ എന്ന കാര്യത്തിൽ ചെറിയ ഒരു ഡൗട്ട് ഉണ്ട്. എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എന്നതിനെ സംബന്ധിച്ച് എന്നാണ് അവിടെ മീനിങ്. ദർ ഈസ് സം ഡൗട്ട് ആസ് ടു വെദർ ദിസ് ഇൻഫർമേഷൻ ഈസ് കറക്റ്റ്. ഈ ഒരു ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്നതിനെ സംബന്ധിച്ച് ഒരു ഡൗട്ടുണ്ട്. വെദർ ഉപയോഗിച്ചിരിക്കുന്നത് അത് ആണോ എന്ന ഒരു കാര്യത്തിൽ. ഐ ആം കൺഫ്യൂസ്ഡ് as to how to deal with this problem. How to deal with this problem. എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം, ഈ ഒരു പ്രശ്നം ഡീൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഐ ആം കൺഫ്യൂസ്ഡ്, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അവിടെ ആസ് ടു ഹൗ എന്നാണ് ഉപയോഗിച്ചത്. ഒരു സാധാരണ സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ ടു ഡീൽ ദിസ് പ്രോബ്ലം എന്നല്ലേ പറയുക. അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പ്രോബ്ലം എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നാണ്. അതേസമയം ഐ ആം കൺഫ്യൂസ്ഡ് ആസ് ടു ഹൗ ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോബ്ലം ഡീൽ ചെയ്യേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എന്നായി. ദർ ഈസ് നോ അനൗൺസ്മെൻറ്റ് ആസ് ടു വെൻ ദ എക്സാം വിൽ ബിഗിൻ. എക്സാം വിൽ ബിഗിൻ, എക്സാം എന്നാണ് തുടങ്ങുന്നത് എന്നതിനെക്കുറിച്ച് ദർ ഈസ് നോ അനൗൺസ്മെൻറ്റ്, അനൗൺസ്മെൻ്റ് ഒന്നും ഇല്ല. ആസ് ടു വെൻ എന്നാണ് തുടങ്ങുന്നതിനെക്കുറിച്ച്, വെൻ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടൈം റെഫറൻസ് ആണ്. ദീസ് വെർ റീസൺസ് ആസ് ടു വൈ ഐ ടുക്ക് ദിസ് ഡിസിഷൻ. ഇതൊക്കെ ആയിരുന്നു കാരണങ്ങൾ. ദീസ് വേർ ദ റീസൺസ് ആസ് ടു വൈ ഐ ടുക്ക് ദിസ് ഡിസിഷൻ. എന്തുകൊണ്ടാണ്, ആസ് ടു വൈ എന്നാണ്. ഈ ഡിസിഷൻ ഞാൻ എടുത്തത് എന്താണ്, എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ചുള്ള റീസൺസ് ആണ് ഇതൊക്കെ എന്നാണ്. അപ്പോൾ ആസ് ടു വൈ എന്നാണ് അവിടെ ഉപയോഗിച്ചത്. ഒരു ഓർഡിനറി സെൻറ്റൻസ് ആക്കിയും നമുക്കത് പറയാം. ദീസ് വേർ ദ റീസൺസ് ഫോർ ടേക്കിംഗ് ദിസ് ഡിസിഷൻ. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ, ആസ് ടു വേർ എന്ന്. ഐ ഹാവ് ടു പ്രിപ്പയർ ഫോർ എ പ്രസൻറ്റേഷൻ. ഐ ആം കൺഫ്യൂസ്ഡ് ആസ് ടു വേർ ടു സ്റ്റാർട്ട്. ഐ ആം കൺഫ്യൂസ്ഡ്, എനിക്ക് കൺഫ്യൂഷനാണ്. എന്തിനാ? ആസ് ടു വേർ ടു സ്റ്റാർട്ട്, എവിടെയാണ് അത് തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച്, എന്നതിനെ സംബന്ധിച്ച് I am confused. I am confused as to where to start. There is no doubt as to who the best man is. ഒരു ഡൗട്ടും ഇല്ല. There is no doubt. എന്തിനെക്കുറിച്ച്? As to who the best man is. ആരാണ് ബെസ്റ്റ് ആയിട്ടുള്ള മാൻ എന്നതിനെക്കുറിച്ച് there is no doubt. Nobody told me as to whom I should meet. Nobody told me. ആരും എന്നോട് പറഞ്ഞില്ല. As to whom I should meet.
ആരെയാണ് ഞാൻ മീറ്റ് ചെയ്യേണ്ടതെന്ന്, അവിടെ ആസ് ടു ഹൂം എന്നാണ് ഉപയോഗിച്ചത്. ആരെയാണ് ഞാൻ മീറ്റ് ചെയ്യേണ്ടതെന്ന് ആരും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഒരു കാര്യത്തെ പറ്റി, ഒരു കാര്യത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച്, റിലേറ്റിംഗ് ടു അല്ലെങ്കിൽ എബൌട്ട് എന്നുള്ള മീനിങ് ആണ് ഇവിടെയൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഈ ആസ് ടു അക്കോർഡിംഗ് ടു എന്ന ഒരു മീനിങ്ങിൽ ഉപയോഗിക്കാം. ഹീ ഡിഡ് എവറിത്തിങ് അക്കോർഡിംഗ് ടു ദ റൂൾസ്. എല്ലാ കാര്യങ്ങളും റൂൾസ് അനുസരിച്ച് തന്നെയാണ് അദ്ദേഹം ചെയ്തത് എന്നല്ലേ. അവിടെ നമുക്ക് അക്കോർഡിംഗ് ടുവിനെ എടുത്ത് മാറ്റി അവിടെ ആസ് ടു വയ്ക്കാം. ഹീ ഡിഡ് എവറിത്തിങ് ആസ് ടു ദ റൂൾസ്. Everything went according to the plan. Everything went according to the plan. According to നെ മാറ്റാം. Everything went as to the plans. അപ്പോൾ അവിടെ according to നെ മാറ്റി നമുക്ക് as to വയ്ക്കാം. സെയിം മീനിങ് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ as to എന്നതിൻ്റെ ഉപയോഗം അതുപോലെ മീനിങ് വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു.